ഹലോ എവ്രി വൺ, വെൽക്കം ടു JM അക്കാഡമി. എന്താണ് NCLEX RN എക്സാം? എന്തൊക്കെയാണ് ഇതിന്റെ സ്കോറിംഗ് ക്രൈറ്റീരിയാസ്? എങ്ങനെയാണ് ഇത് അസസ് ചെയ്യുന്നത്? ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക? ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് തന്നെ എന്താണ് NCLEX RN എക്സാം എന്ന് നോക്കാം. NCLEX RN എന്ന് പറയുന്നത് നാഷണൽ കൗൺസിൽ ലൈസൻഷ്യർ എക്സാമിനേഷൻ ആണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആവശ്യമായിട്ടുള്ള എക്സാം ആണ് NCLEX RN എക്സാം. NCLEX RN എക്സാം ഫോർമാറ്റ് എന്ന് പറയുന്നത് ഒരു CAT ഫോർമാറ്റ് ആണ്. അതായത് കമ്പ്യൂട്ടർ അഡാപ്റ്റീവ് ടെസ്റ്റ് എന്ന് നമ്മൾ പറയും. ടെസ്റ്റ് ടേക്കേഴ്സിന്റെ റെസ്പോൺസിനനുസരിച്ച് പോകുന്ന ഒരു എക്സാം ആണ് ഇത്. ഈ ഒരു ടെസ്റ്റിൽ നമ്മളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി, ഇന്റർപ്രറ്റിംഗ് എബിലിറ്റി, കേസ് സ്റ്റഡി, ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അസസ് ചെയ്യുന്നത്. അതായത് നഴ്സസിന് മറ്റ് കൺട്രീസിൽ വർക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ വേണ്ട കുറച്ച് ക്വാളിറ്റീസ് അത് നമ്മൾ പ്രൂവ് ചെയ്യാണ് ഈ എക്സാമിലൂടെ ചെയ്യുന്നത്. ഈ ഒരു എക്സാമിന് മിനിമം നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 85 ആണ്. മാക്സിമം 150 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. 5 മണിക്കൂർ വരുന്ന ഒരു എക്സാം ആണ് NCLEX RN എക്സാം. ഇതിനകത്ത് വരുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് എക്സ്റ്റെൻഡഡ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഇതിനെ നമ്മൾ എക്സ്റ്റെൻഡഡ് മൾട്ടിപ്പിൾ റെസ്പോൺസ് ക്വസ്റ്റ്യൻസ് എന്നും പറയാറുണ്ട്. ഈ ക്വസ്റ്റ്യൻ ടൈപ്പിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കൊടുക്കും, മൾട്ടിപ്പിൾ ചോയ്സസ് കൊടുക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ മൾട്ടിപ്പിൾ റെസ്പോൺസസിൽ നിന്ന് ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ചൂസ് ചെയ്യേണ്ടതാണ്. സോ ഇതാണ് ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് മൾട്ടിപ്പിൾ റെസ്പോൺസസിൽ നിന്ന് ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ അവർ പറയുകയാണെങ്കിൽ അതിൽ കൂടുതൽ ഓപ്ഷൻസ് ചൂസ് ചെയ്യുക. സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻ ടൈപ്പിൽ നിങ്ങൾക്ക് കുറച്ച് ബോക്സസ് കാണും. സോ എന്ത് ചെയ്യണം, ആ ബോക്സസിലുള്ള റെസ്പോൺസസ് കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിൽ വന്ന് ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ നിങ്ങൾ ബോക്സസിലെ റെസ്പോൺസസ് ഡ്രാഗ് ചെയ്ത് നിങ്ങളുടെ എവിടെയാണോ കറക്റ്റായിട്ട് അത് പ്ലേസ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ, സോ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻസ് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ചെയ്യേണ്ടത്. തേർഡ് ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ് ഡ്രോപ്പ് ഡൗൺ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് നമ്മൾ പറയും. ഈ ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക്സോ കാണും. സോ നമ്മൾ എന്ത് ചെയ്യണം, ആ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എവിടെയാണോ ഫില്ല് ചെയ്യേണ്ടത് അവിടെ ഒരു ബോക്സ് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഡ്രോപ്പ് ഡൗൺ മെനു നമുക്ക് അപ്പിയർ ആവും. ആ മെനുവിൽ കുറച്ച് ഓപ്ഷൻസ് അല്ലെങ്കിൽ റെസ്പോൺസസ് കാണും. നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതായത് ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെയുള്ള അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെയുള്ള ക്വസ്റ്റ്യൻ ടൈപ്പിൽ നിന്ന് ഡ്രോപ്പ് ഡൗൺ മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ വരും. അതിനകത്തുനിന്ന് കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ ടൈപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ് എൻഹാൻസ്ഡ് ഹോട്ട്സ്പോട്ടിംഗ് ഫോർമാറ്റ് അല്ലെങ്കിൽ ഹൈലൈറ്റിംഗ് ഫോർമാറ്റ് എന്ന് നമ്മൾ പറയും. സോ ഇവിടെ നിങ്ങളുടെ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫോ ഒരു ഡേറ്റ കാണും. ആ ഡേറ്റയിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ഐഡിയ അല്ലെങ്കിൽ ഐറ്റംസ്, സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളിവിടെ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഹൈലൈറ്റ് ചെയ്യുക, കറക്റ്റായിട്ട് അവർ ചോദിച്ചിരിക്കുന്നതിനനുസരിച്ച് ഹൈലൈറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ഹൈലൈറ്റ് ചെയ്യുകയാണ് നിങ്ങളിവിടെ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ് മെട്രിക്സ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഗ്രിഡ് ക്വസ്റ്റ്യൻസ് എന്ന് നമ്മൾ പറയും. ഈ ക്വസ്റ്റ്യൻ ടൈപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് കുറച്ച് ബോക്സസ് അവിടെ കാണും, അതിനകത്ത് കുറേ റെസ്പോൺസസ് കാണും. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ആ റെസ്പോൺസസിനകത്ത് നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസസ് സെലക്ട് ചെയ്യുക. സോ സെലക്ട് ചെയ്താൽ മാത്രം മതി. കുറച്ച് ബോക്സസ് കാണും, നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സെലക്ട് ആയിക്കോളും ഓട്ടോമാറ്റിക്കലി. ഇതാണ് നിങ്ങൾ ഈ മെട്രിക്സ് ക്വസ്റ്റ്യൻസിൽ ചെയ്യേണ്ടത്. നമ്മൾ NCLEX RN എക്സാമിനേഷന് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞു. ഇനി എന്താണ് ഇതിന്റെ സ്കോറിംഗ് സിസ്റ്റം? ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് ചെറിയ ചെറിയ വേരിയേഷൻസ് സ്കോറിംഗ് സിസ്റ്റത്തിൽ ഉണ്ടാവാറുണ്ട്. ഈ എക്സാമിന്റെ സ്കോറിംഗ് സിസ്റ്റത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് പാർഷ്യൽ സ്കോറിംഗ് അല്ലെങ്കിൽ ഫുൾ ക്രെഡിറ്റ് സ്കോറിംഗ് സിസ്റ്റം. നേരത്തെ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് എല്ലാ ആൻസേഴ്സും എല്ലാ റെസ്പോൺസും കറക്റ്റ് ആയാലാണ് നമുക്ക് മാർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഏതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നോ ആ കറക്റ്റായിട്ട് ചെയ്യുന്നതിനുള്ള മാർക്ക് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു പാർഷ്യൽ സ്കോറിംഗ് സിസ്റ്റത്തിനെ എഗെയിൻ അവർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്ലസ് ഓർ മൈനസ് സ്കോറിംഗ് അല്ലെങ്കിൽ 0-1 സ്കോറിംഗ് സിസ്റ്റം.
ഇതിൽ 0-1 സ്കോറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തെറ്റായിട്ട് വരുന്ന, അതായത് നിങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് തെറ്റായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ, തെറ്റായിട്ട് നിങ്ങളൊരു റെസ്പോൺസ് ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. പക്ഷെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് വരുന്ന ആൻസേഴ്സിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടുകയും ചെയ്യും. ഇനി പ്ലസ് ഓർ മൈനസ് സ്കോറിംഗ് സിസ്റ്റത്തിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആൻസേഴ്സിനെല്ലാം മാർക്ക് കിട്ടുന്നു. എന്നാൽ നിങ്ങൾ റോങ് ആയിട്ട് ചെയ്യുന്ന ഓരോ ക്വസ്റ്റിനും നിങ്ങൾക്ക് മൈനസ് മാർക്കും അവിടെ ലഭിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സ്കോറിംഗ് സിസ്റ്റം ആണ് റാഷണൽ സ്കോറിംഗ് സിസ്റ്റം. ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുകയുള്ളൂ. ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങളുടെ സ്കോറിംഗ് സിസ്റ്റവും വേരി ആകും. അപ്പൊ എൻക്ലെക്സ് ആർ എൻ എന്താണെന്നും അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയൊരു ഓവർവ്യൂവും നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എൻക്ലെക്സ് ആർ എൻ എക്സാം പ്രിപ്പറേഷനായിട്ട് അല്ലെങ്കിൽ ക്ലാസ്സസിനായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.